എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? 2 നേരം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ആപത്തുകളിലെല്ലാം ദൈവത്തെ വിളിക്കാറുണ്ട്, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ട്, നമ്മുടെ സങ്കടങ്ങൾ ദൈവത്തോട് പറയാറുണ്ട്. എന്നാൽ ചിലപ്പോൾ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയരും. എന്താണത്? എൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ലേ? എനിക്ക് മാത്രം എന്താണ് ഫലം കാണാത്തത് എന്നൊക്കെ തോന്നാറില്ലേ നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പ്രാർത്ഥനകൾക്ക് ഫലം കാണാത്തത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് എന്ന ഈ ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. അത് മനസ്സിലാക്കാൻ നമുക്കൊരു കഥ കേട്ടാലോ? ഞാൻ നിങ്ങളോടൊരു സത്യം പറയട്ടെ. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുന്നില്ല എന്ന് തോന്നിപ്പോകുക അല്ലേ? അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നിങ്ങളെ കൂടുതൽ വലിയ ഒന്നിനായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യം ദൈവം വെച്ചിട്ടുണ്ട്. അത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. ആരും വിഷമിക്കേണ്ട കേട്ടോ. ഒരു കഥ കേട്ടാലോ? ഒരിക്കൽ ഒരു കർഷകനുണ്ടായിരുന്നു. അവൻ തന്റെ പാടത്ത് വിത്തുകൾ വിതച്ചു. നല്ല വിളവ് ലഭിക്കാൻ അവൻ രാവും പകലും പ്രാർത്ഥിച്ചു. ദൈവമേ, എനിക്ക് നല്ല മഴ ലഭിക്കണമേ, എന്റെ വിളവ് സമൃദ്ധമാകണമേ എന്നൊക്കെ അവൻ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ മഴ വന്നില്ല, അവന്റെ വിത്തുകൾ മുളച്ചില്ല, പാടം വരണ്ടുണങ്ങി. കർഷകൻ നിരാശനായി. അവൻ ദൈവത്തോട് ദേഷ്യപ്പെട്ടു. എന്റെ പ്രാർത്ഥനകൾക്ക് എന്താണ് ദൈവം ഒരു ഫലവും തരാത്തത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നെല്ലാം ആലോചിച്ച് ദുഃഖിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ജ്ഞാനി അവന്റെ അടുത്തേക്ക് വന്നു. ജ്ഞാനി പറഞ്ഞു, കർഷക, നിരാശപ്പെടരുത്. ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന് നീ കരുതുന്നുണ്ടോ? ചില വിത്തുകൾക്ക് മുളയ്ക്കാൻ കൂടുതൽ സമയമെടുക്കും. ചിലപ്പോൾ ശക്തമായ വേരുകൾ ഉണ്ടാകാൻ അവയ്ക്ക് കൂടുതൽ ആഴത്തിൽ പോകേണ്ടി വരും. ദൈവം നിനക്ക് മഴ നൽകാതിരിക്കുന്നത് നിന്റെ മണ്ണ് കൂടുതൽ ഫലഭൂഷ്ടിയാകാനും നിന്റെ വിത്തുകൾക്ക് കൂടുതൽ ആഴത്തിൽ വേരൂന്നാനും വേണ്ടിയായിരിക്കാം. കർഷകൻ അത്ഭുതത്തോടെ ജ്ഞാനിയെ നോക്കി. ജ്ഞാനി തുടർന്നു, നിന്റെ പ്രാർത്ഥനകൾക്ക് ഉടൻ ഫലം കാണാത്തത് ദൈവം നിനക്ക് ഏറ്റവും നല്ലത് ഒരുക്കുന്നത് കൊണ്ടാണ്. ഒരുപക്ഷെ നീ ചോദിച്ചതിനേക്കാൾ വലുത് നിനക്കായി ഒരുക്കുന്നുണ്ടാവാം ദൈവം. നിന്റെ വിശ്വാസം എത്രത്തോളം ആഴമുള്ളതാണെന്ന് ദൈവം പരീക്ഷിക്കുകയായിരിക്കാം. ഇത് കേട്ടുകൊണ്ട് വിഷാദിച്ചിരുന്ന വ്യക്തിയുടെ മുഖത്ത് പ്രകാശവും പുഞ്ചിരിയും നിറയുന്നു. അവൻ ആത്മവിശ്വാസത്തോട് മുന്നോട്ട് നടക്കുന്നു. ഈ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഓർക്കുക, പ്രാർത്ഥനകൾക്ക് ഫലം കാണാത്തത് ദൈവം നിങ്ങളെ കേൾക്കാത്തത് കൊണ്ടല്ല, മറിച്ച് അവൻ നിങ്ങളെ ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും കൈവിടരുത്. ഓരോ പ്രാർത്ഥനയും ദൈവത്തിന്റെ അടുത്ത് എത്തുന്നുണ്ട് കേട്ടോ. ഓരോ കാത്തിരിപ്പിനും ഒരു കാരണമുണ്ട്. നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സന്തോഷത്തിന് ഒരു ദുഃഖം ഇരിക്കുന്ന പോലെ ഒരു മോശ സമയം വരുമ്പോൾ പിന്നീട് നല്ലൊരു സമയം നമുക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത്. വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട്. എല്ലാവരും ഓർക്കുക, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലം കാണാത്തത് ദൈവം നിങ്ങളെ കാണാത്തത് കൊണ്ടോ കേൾക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ ഒന്ന് നിങ്ങൾക്കായി ദൈവം ഒരുക്കിയിട്ടുണ്ട്. വിശ്വാസത്തോടെ കാത്തിരിക്കുക. അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. പ്രതീക്ഷ കൈവിടാതിരിക്കുക.